ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി സ്വാഗതം. ഈ വീഡിയോയിൽ കാണുന്ന കീഴാർനെല്ലിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. കീഴാർനെല്ലി നമ്മുടെ തോട്ടത്തിലല്ല, എന്നാൽ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയും. എന്നാൽ കിഡ്നി സ്റ്റോൺ വരുമ്പോൾ വയറുവേദന മൂലം അനുഭവിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഇത് 3-4 കട കഴുകിയെടുത്തിട്ട് നമ്മൾ ഒറ്റയായിട്ട് എടുക്കണം. 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 7 കട പറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് നമ്മളിതിനെ അരച്ചെടുക്കാൻ പോകുന്നത്. കൂടാതെ ഇതിന് കുറേ ഗുണമേന്മകളുണ്ട് കേട്ടോ. മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ്. കീഴാർനെല്ലിയും കരിഞ്ഞുള്ളിയും വേപ്പിലയും ചായപ്പൊടിയും എല്ലാം കൂടെ നന്നായി മിക്സിയിൽ അരച്ചെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ കാച്ചി നല്ലെണ്ണയിൽ കാച്ചി തലയിൽ പുരട്ടിയാൽ നമുക്ക് മുടിയുടെ വളർച്ചയ്ക്കും താരനില്ലാതാക്കാനും മുടിക്കൊഴിച്ചിലില്ലാതാക്കാനും കാലം വരെ തടയാനും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇത് കീഴാർനെല്ലി പറിച്ചെടുത്തിട്ട് പച്ചമഞ്ഞളും ചെറുതേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗറിനെ തടയാൻ സാധിക്കും കേട്ടോ. പിന്നെ നമുക്ക് ഇത് കീഴാർനെല്ലി അരച്ചെടുത്തിട്ട് ഉണ്ടയാക്കിയിട്ട് പാലിൽ ഉറവായിട്ട് കഴിച്ചാൽ മഞ്ഞൾ രോഗമില്ലാതാവും കേട്ടോ. അപ്പോൾ ഞാനിത് കിഡ്നി സ്റ്റോണിന് മരുന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിന് നന്നായി നമ്മൾ ഒരു 5 കട എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് ഇതിൻ്റെ മണ്ണും കല്ലെല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ കണ്ടു കാണാം. ഇത് കീഴാർനെല്ലി എന്ന് പറഞ്ഞാൽ നെല്ലിക്കയുടെ ഇല പോലെ ചെറിയതായിട്ട് അതിൻ്റെ അടിയിൽ നെല്ലിക്ക പോലെ ഉണ്ടാവും. അതാണ് കീഴാർനെല്ലി. അപ്പം നമ്മൾ ഇതിനെ നന്നായി കഴുകി ഇപ്പോൾ വൃത്തിയാക്കി നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ അരച്ചിടുകയാണ്. ഇപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടണം. അതിന് വേരും പിന്നെ തണ്ടും ഇലയും കായും എല്ലാം നമുക്ക് നന്നായിട്ട് അരച്ച് എടുക്കണം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ട് നിങ്ങൾ ഈ മരുന്നാക്കിയിട്ട് ഫ്രിഡ്ജ് വെക്കരുത്. രാത്രി പുറത്ത് വെക്കണം, ഒരു ദിവസം പുറത്തിരിക്കണം. രാവിലെ വെറും വയറ്റിലാണ് ഇത് കഴിക്കേണ്ടത്. അരച്ചെടുത്തിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസം കഴിച്ചാൽ നമുക്ക് ഇത് പുറത്തേക്ക് കിഡ്നി സ്റ്റോൺ പുറത്തേക്ക് പോകുന്നതായിരിക്കും. ചിലർക്ക് ബ്ലഡ് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഛർദി ഉണ്ടാവും, ഇങ്ങനെ സിംറ്റംസുകളെല്ലാം ഉണ്ടാവും. നന്നായിട്ട് ഇത് പേസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു കരിക്കാണ്. അപ്പോൾ നമ്മൾ ഈ കരിക്കിലേക്ക് ഇതിനെ നമ്മൾ നിറയ്ക്കണം. ഈ അരച്ചതിന് നമ്മൾ കരിക്ക് മൂട് വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ അതിനെ ഒരു അരച്ച് ആ അരപ്പെടുത്തിട്ട് ഒരു സ്പൂണൊക്കെ നിങ്ങൾക്ക് അതിനകത്തേക്ക് ഉള്ളിലേക്ക് നിറച്ച് എടുത്തിട്ട് നമ്മളതിനെ മൂടി വെക്കണം. ആ വെട്ടിയെടുത്ത മൂടി അതിന് ഒരു തുണിയിൽ കെട്ടിവെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് പുറത്ത് രാവിലെ വെച്ചിട്ട് നമ്മളിതിനെ വെറും വയറ്റിൽ പിറ്റേ ദിവസം രാവിലെ കഴിക്കണം. ഇങ്ങനെ ഒരു 3-4 ദിവസം തുടർച്ചയായി കഴിക്കുമ്പോഴേക്കും നിങ്ങളുടെ കിഡ്നി സ്റ്റോൺ പുറത്തു പോകും. എല്ലാവർക്കും ഇഷ്ടമായി.